സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുകൃതികളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം, സുപ്രഭാതവും ശുഭദിനവും നേരുന്നു. പണ്ഡിതാഗ്രേസരനും ദേവിയുടെ ഇഷ്ടഭക്തനുമായ ശ്രീ പാലേലി നാരായണ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീ നാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീ സ്തുതിയാണ്. ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീ പാലേലി നാരായണ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവീ നാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ സ്വയം നിവേദ്യമാണ്. 41 ദശകങ്ങളിലായി രചിച്ചിട്ടുള്ള ദേവീ നാരായണീയത്തിൽ 1 മുതൽ 22 വരെയുള്ള ദശകങ്ങൾ, ആ ദശകങ്ങളിലെ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം ഇതിനു മുൻപിലുള്ള പഠന ക്ലാസ്സിൽ അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്ന് നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ദശകം 23 മഹാലക്ഷ്മി അവതാരമാണ്. അതിൽ 1, 2, 3, 4, 5, 6 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം കഴിഞ്ഞ പഠന ക്ലാസ്സിൽ നാം അനുസ്മരിച്ചു. ഇന്നത്തെ പഠന ക്ലാസ്സിൽ 7, 8, 9, 10, 11, 12 ഈ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് പഠിക്കാം. ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സുകൃതികളെയും വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ജഗദംബികയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകങ്ങളുടെ പാരായണത്തിലേക്ക് നമുക്ക് ആദ്യം പ്രവേശിക്കാം. ശ്ലോകപാരായണം. ദേവീ നാരായണീയം ദശകം 23 മഹാലക്ഷ്മി അവതാരം. ശ്ലോകം 7 പാരായണം. തേജാംസ്യഭൂവൻ വിവിധാനി ശക്രമുഖാമരേഭ്യോ മിഷതോഖിലസ്യ
സംയോഗദസ്താന്യചിരേണ മാതഃ സ്ത്രീരൂപമഷ്ടാദശഹസ്തമാപുഃ. ശ്ലോകം 8. തത്ത്വമാസീ ശുഭദേ മഹാലക്ഷ്മ്യാഖ്യാ ജഗന്മോഹനമോഹനാംഗീ ത്വം ഹ്യേവ ഭക്താഭയദാനദക്ഷ ഭക്തദ്രോഹാം ഭീതികരീ ച ദേവി. ശ്ലോകം 9. സദ്യസ്ത്വമുച്ചൈശ്ചകൃഷ്യട്ടഹാസം സുരാഃ പ്രഹൃഷ്ടാ വസുധാ ച കമ്പേ ചുക്ഷോഭസിന്ധുർഗിരയോ വിചേലുർ ദൈത്യശ്ച മത്തോ മഹിഷശ്ചുകോപ. ശ്ലോകം 10. ത്വാം സുന്ദരീം ചാരമുഖാത് സ ദൈത്യോ വിജ്ഞായ കാമീ വിസസർജദൂതം സചേശ്വരീം ദൈത്യഗുണാൻ പ്രവക്ത ത്വാം നേതു കാമോ വിഫലോദ്യമോഭൂത്. ശ്ലോകം 11. പ്രലോഭനൈസ്വാമധ ദേവശക്തിം ജ്ഞാത്വാപി വാക്യൈരനുനേതു കാമഃ ഏകൈകശ പ്രേഷയതി സ്മ ദൂതാൻ ത്വാം കാമിനീം കർത്തുമിമേ ന ശേകുഃ. ശ്ലോകം 12. അവേഹി മാം പുച്ഛവിഷാണഹീനം ഭാരം വഹന്തം മഹിഷം ദ്വിപാദം ഹിംസന്തി മാം സ്വാർത്തി ജനാസ്ത്വമേവ രക്ഷാകരീ മേ ശുഭദേ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 7. പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം. നമുക്കിനി വ്യാഖ്യാനത്തിലേക്കും പദച്ഛേദത്തിലേക്കുമൊക്കെ പ്രവേശിക്കാം. ശ്ലോകം 7ന്റെ പദച്ഛേദം നോക്കാം. തേജാംസി അഭൂവൻ വിവിധാനി ശക്രമുഖാമരേഭ്യഃ മിഷതഃ അഖിലസ്യ സംയോഗതഃ താനി അചിരേണ മാതഃ സ്ത്രീരൂപം അഷ്ടാദശഹസ്തം ആപുഃ. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം എന്താന്ന് വെച്ചാൽ ശക്രാമുഖാമരേഭ്യ, ആരാണ് ശക്രൻ? ഇന്ദ്രൻ. മുഖാമരേഭ്യ, അതായത് ഇന്ദ്രൻ മുതലായ ദേവന്മാര്. തേജാംസി അഭൂവൻ, ഇവരിൽ നിന്ന്, ഇന്ദ്രൻ മുതലായ ദേവന്മാരിൽ നിന്ന് തേജസ്സുകൾ ബഹിർഗമിച്ചു, അല്ലെങ്കിൽ തേജസ്സുകൾ ഉണ്ടായി. ഹേ മാതഃ അചിരേണ, അല്ലയോ അമ്മേ, ഏറെ താമസിയാതെ അഖിലസ്യ മിഷതഃ, എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കെ, അല്ലെങ്കിൽ എല്ലാവരും കാണെ, താനി സംയോഗതഃ, അവ അന്യോന്യം സംയോജിച്ച്, ഇവിടെ അവ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ആ തേജസ്സുകൾ ഉണ്ടായല്ലോ, ആ തേജസ്സുകളെല്ലാം അന്യോന്യം സംയോജിച്ച് അഷ്ടാദശഹസ്തം 18 കൈകളോടുകൂടിയ സ്ത്രീരൂപമാപുഹു, സ്ത്രീരൂപത്തെ പ്രാപിച്ചു എന്ന് പറയുന്നു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഇതിനു മുൻപിലത്തെ 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ബ്രഹ്മാവിൽ നിന്ന് രക്തവർണമായിട്ട് ഒരു നിറം, രക്തവർണമായിട്ടുള്ള നിറവും ഒരു തേജസ് ആവിർഭവിച്ചു. അതേപോലെ രജോ ഗുണപ്രദമായ ഒരു തേജസ് സാക്ഷാൽ ശിവന്റെ ശരീരത്തിൽ നിന്നും ബഹിർഗമിച്ചു. അതിനുശേഷം വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് സത്വഗുണപ്രധാനമായ ഒരു തേജസ്സും ഉണ്ടായി എന്ന് പറഞ്ഞു. അത് നീല നിറം ഉള്ളതായിരുന്നു. അപ്പോൾ അവിടെ നിറങ്ങള് ചുവപ്പ്, വെളുപ്പ്, നീല നിറം, ഇങ്ങനെയാണ്, അങ്ങനെയുള്ള തേജസ്സുകൾ ഉണ്ടായി. ഇവിടെ ഇനി പറയുന്നു, ശക്രാമുഖാമരേഭ്യ, ഇന്ദ്രാദി ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്നും തേജാംസിയ ഭൂവൻ, തേജസ്സുകൾ എങ്ങനെ ബഹിർഗമിച്ചു.
അഷ്ടാദശഹസ്തം 18 കൈകളോടുകൂടിയ ആ സ്ത്രീരൂപം ആപുഹു, ആ സ്ത്രീരൂപത്തെ പ്രാപിച്ചു. അതായത് ആ 18 കൈകളോടുകൂടിയ ഒരു സ്ത്രീരൂപത്തെ ആ തേജസ്സുകളെല്ലാം കൂടെ ഉണ്ടായപ്പോൾ അത് സ്ത്രീരൂപത്തെ പ്രാപിച്ചു. ആ തേജസ്സുകൾ എല്ലാം ചേർന്ന് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവന്റെയും പിന്നെ ശക്രമുഖാമരേഭ്യ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരിൽ നിന്നും ഒക്കെ തേജസ്സുണ്ടായി. അല്ലയോ ജഗജ്ജനനി, അല്ലയോ ദേവി, അത് അഖിലസ്യമിഷത, എല്ലാവരും നോക്കി നിൽക്കെ ആ തേജസ്സുകളെല്ലാം താനി സംയോഗത, അവ അന്യോന്യം സംയോജിച്ച് ഒരു സ്ത്രീരൂപം പ്രാപിച്ചു. അല്ലെങ്കിൽ ഒരു സ്ത്രീരൂപം അവിടെ പ്രത്യക്ഷമായി. ത്രിമൂർത്തികളിൽ നിന്നും ഉദ്ഭവിച്ച തേജസ്സുകൾ, ഇന്ദ്രാദിദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്നും ഉത്ഭവിച്ച തേജസ്സുകൾ, ഇതെല്ലാം ചേർന്ന് അടുത്തടുത്തടുത്ത് വന്ന് അന്യോന്യം സംയോജിച്ച് 18 കൈകളോടുകൂടിയ ഒരു സ്ത്രീരൂപമാണ് അവിടെ പ്രത്യക്ഷമായത്. തേജസ്സുകളെയൊക്കെ പരസ്പരം യോജിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാ? അത് ആ ജഗജ്ജനനിയുടെ ലീലകൾ തന്നെ. എല്ലാറ്റിനും കാരണം ആ ദേവി തന്നെയാണല്ലോ. ദേവന്മാരുടെ തേജസ്സെല്ലാം ഒരുമിച്ച് ചേർന്നു സ്ത്രീരൂപമുണ്ടായാൽ ആ സ്ത്രീക്ക് മഹിഷാസുരനെ വധിക്കുവാൻ സാധിക്കുമെന്നാണല്ലോ വിഷ്ണു പറഞ്ഞിരുന്നത്. അതിതാ ഇവിടെ സംഭവിച്ചു. 18 കൈകളോടുകൂടിയ സ്ത്രീരൂപമാണ് ഇവിടെ പ്രത്യക്ഷമായത്. വിഷ്ണുവിൻ്റെ വാക്ക് സത്യമായിട്ട് ഭവിച്ചു. ദേവന്മാരുടെ പ്രാർത്ഥന ഫലിക്കുകയും ചെയ്തു എന്ന് 7ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇനി 8ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം ആദ്യം. തത് തു തത് തു ത്വം അസീഹി ശുഭദേ മഹാലക്ഷ്മ്യാഖ്യാ ജഗന്മോഹനമോഹനാംഗി ത്വം ഹി ഏവ ഭക്താഭയദാനദക്ഷ ഭക്തദ്രുഹാം ഭീതികരീച. പദങ്ങളുടെ അന്വയാർത്ഥം: ഹേ ശുഭദേ തത് തു, അതായത് ശുഭദേ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്ന, മംഗളം ചെയ്യുന്ന, മംഗളത്തെ അരുളുന്ന. തത് തു, അത് മഹാലക്ഷ്മ്യാഖ്യ, മഹാലക്ഷ്മി എന്ന് പേരുള്ളവളും ജഗന്മോഹനമോഹനാംഗി, സർവരെയും മോഹിപ്പിക്കുന്നവളുമായ ത്വം ആസീഹി, അവിടുന്ന് തന്നെ ആയിരുന്നു. അപ്പോ ഇവിടെ പറയുന്നു, ഹേ ശുഭദേ, ആ സ്ത്രീരൂപം മഹാലക്ഷ്മി എന്ന് പേരുള്ളവളാണ്, സർവരെയും മോഹിപ്പിക്കുന്നവളുമാണ്. അതാരായിരുന്നു? അത് അവിടുന്ന് തന്നെയായിരുന്നു. ഹേ ദേവി ത്വം, അല്ലയോ ദേവി, അവിടുന്ന് ഭക്താഭയദാന രക്ഷ, ഭക്തന്മാർക്ക് അഭയം നൽകുന്നവളും ഭക്തദ്രുഹാം ഭീതികരീച, ഭക്തദ്രോഹികളെ ഭയപ്പെടുത്തുന്നവളും ഏവാഹി ആണ്, അത് തീർച്ച. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. ഇവിടെ പറയണു, ലോകത്തിന് ശുഭത്തെ അല്ലെങ്കിൽ നന്മകളെ ചെയ്യുന്നവളെ മഹാലക്ഷ്മി എന്നു പേരുള്ള ജഗന്മോഹന മോഹനാംഗി, സർവരെയും മോഹിപ്പിക്കുന്നവളായ ആ സുന്ദരി അതാരാണ്? അത് അവിടുന്ന് തന്നെയാണ്. അത് വേറെ ആരുമല്ല, ഈ ലോകം മുഴുവൻ അവിടുന്നാണല്ലോ. അതിനാൽ ദേവി ഭക്താഭയദാനദക്ഷ, ഭക്തന്മാർക്ക് അഭയത്തെ നൽകുന്നവളും ഭക്തദ്രോഹാം ഭീതികരീച, ഭക്തദ്രോഹികളെ ഭയപ്പെടുത്തുന്നവളുമാണ്. അത് തീർച്ച. 18 കൈകളോടുകൂടി പ്രത്യക്ഷയായ ദേവി സാക്ഷാൽ ഭഗവതി തന്നെ. ഇതാണ് ദേവിയുടെ മഹാലക്ഷ്മി അവതാരം. ആ മഹാലക്ഷ്മിക്ക് 18 കൈകളാണ് ഉള്ളത്. സാക്ഷാൽ ഭഗവതി തന്നെയാണ് ഇവിടെ മഹാലക്ഷ്മിയായിട്ട് അവതരിച്ചിരിക്കുന്നത്. ഭക്തന്മാരായ ദേവന്മാർക്ക് അഭയത്തെ നൽകുന്നതിനും ഭക്തദ്രോഹികളായ അസുരന്മാരെ ഭയപ്പെടുത്തുവാനുമാണ് ദേവി ഇവിടെ അവതരിച്ചിരിക്കുന്നത്. ഇവിടെ അവതരിച്ച ദേവി പരമസുന്ദരിയാണ്. ദേവിക്ക് യഥേഷ്ടം, ദേവിക്ക് ഇഷ്ടം പോലെ ഏത് രൂപവും ധരിക്കാനുള്ള അല്ലെങ്കിൽ ഏത് രൂപത്തിലും അവതരിക്കുവാനുള്ള കഴിവ് ഉണ്ട്. ദേവി കാമരൂപിണിയാണ് എന്നാണ് 8ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്.
സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അടുത്ത ശ്ലോകം പദച്ഛേദം. സദ്യഃ തു ഉച്ചൈഃ ചകൃഷേ അട്ടഹാസം സുരാः പ്രഹൃഷ്ടാ വസുധാ ചകമ്പേ ചുക്ഷോഭ സിന്ധുർ ഗിരയഃ വിചേലുഃ എന്നുള്ളത് വിസർഗമാണ് കേട്ടോ. വിചേലുഃ. ദൈത്യഃ ച മത്തഃ മഹിഷഃ ചുകോപ. അന്വയം നോക്കാം. സദ്യഃ ത്വം ഉച്ചൈഃ, പെട്ടെന്ന് അവിടുന്ന് ഉറക്കെ. അട്ടഹാസം ചകൃഷേ, അട്ടഹാസം മുഴക്കി. സുരാഹ പ്രഹൃഷ്ടാഹ, സുരാഹ ദേവന്മാര് വളരെ സന്തോഷിച്ചു. വസുധാ ചകമ്പെ, വസുധ എന്ന് വെച്ചാൽ ഭൂമി, ഭൂമി കുലുങ്ങി. സിന്ധു ചുക്ഷോഭ, സിന്ധു എന്ന് വെച്ചാൽ സമുദ്രം, സമുദ്രം ക്ഷോഭിച്ചു. ഗിരയഃ വിചേലു, ഗിരയഃ അതായത് മലകളൊക്കെ വിചേലു ഇളകി. മത്തഃ മഹിഷഃ ദൈത്യഃ, മത്തനായ ആ മഹിഷാസുരനുണ്ടല്ലോ ചുകോപാച, കോപിച്ചു. ഈ ശ്ലോകത്തിന്റെ വിവരണം സദ്യഃ ത്വമുച്ചൈഃ അട്ടഹാസം ചകൃഷേ, ത്രിമൂർത്തികളിൽ നിന്നും ഉത്ഭവിച്ച തേജസ്സുകളും ഇന്ദ്രാദി ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച തേജസ്സുകളും എല്ലാം ഒരുമിച്ച് ചേർന്ന് ആ തേജസ്സുകളെയെല്ലാം പരസ്പരം യോജിപ്പിച്ചത് ആ ജഗദംബ തന്നെയാണ്. അങ്ങനെ ഒരു സ്ത്രീരൂപം 18 കൈകളോടുകൂടി പ്രത്യക്ഷയായി. സാക്ഷാൽ ഭഗവതിയുടെ തന്നെ അവതാരമായ ആ മഹാലക്ഷ്മി അവതാരം. ഓം ശ്രീ മഹാലക്ഷ്മി നമഃ. ആ മഹാലക്ഷ്മി പരമസുന്ദരിയായിട്ടാണ് അവതരിച്ചത്. ആ ദേവി അവതരിച്ച ഉടനെ പെട്ടെന്ന് തന്നെ ഉറക്കെ അട്ടഹാസം മുഴക്കി. ആ അട്ടഹാസം കേട്ടപ്പോൾ ദേവന്മാർ വളരെ സന്തോഷിച്ചു. ദേവന്മാർക്ക് അത്യധികം സന്തോഷമുണ്ടായി. സുരാഹ പ്രവിഷ്ടാഹ, ദേവന്മാർ വളരെ സന്തോഷിച്ചു. ഭൂമിയൊക്കെ കുലുങ്ങി, സമുദ്രമോ ക്ഷോഭിച്ചു, മലകളെല്ലാം ഇളകി മറിഞ്ഞു. അസുരനാശനത്തിന് തയ്യാറെടുത്തുകൊണ്ടുള്ള വരവാണ് തൻ്റേത് എന്ന് ദേവി ഇവിടെ തെളിയിക്കുകയാണ്. അട്ടഹസിച്ചുകൊണ്ട്. അട്ടഹാസം ദേവന്മാരുടെ മനസ്സിനെ കുളിർപ്പിച്ചു എങ്കിൽ മഹിഷാസുരൻ ആ അട്ടഹാസം കേട്ടപ്പോൾ അത്യധികം കോപം പൂണ്ടു എന്നാണ് ഈ 9ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 10 പദച്ഛേദം. ത്വാം സുന്ദരീം ചാരമുഖാത് സഹ ദൈത്യഃ വിജ്ഞായ കാമീ വിസസർജ ദൂതം സഹ ച ഈശ്വരീം ദൈത്യഗുണാൻ പ്രവക്ത ത്വാം നേതുകാമഃ വിഫലോദ്യമഃ അഭൂത്. അന്വയം. സഹ ദൈത്യഃ, ആ അസുരൻ, ആ മഹിഷാസുരൻ, ത്വാം സുന്ദരീം, അവിടുന്ന് ഒരു സുന്ദരിയാണെന്ന് ചാരമുഖാത് വിജ്ഞായ, ചാരന്മാരിൽ നിന്ന് അറിഞ്ഞു. കാമീദൂതം വിസസർജ, എന്നിട്ടോ ആ അസുരൻ കാമിയായി ദൂതനെ വിട്ടു അങ്ങോട്ടേക്ക്. സഹ ച ഈശ്വരീം ത്വാം, അയാൾ ഈശ്വരിയായ ആ ദൂതനുണ്ടല്ലോ, ആ ദൂതൻ ഈശ്വരിയായ അവിടുത്തെ മുമ്പിൽ ദൈത്യഗുണാൻ പ്രവക്ത, ദൈത്യന്റെ ആ അസുരന്റെ ഗുണഗണങ്ങളൊക്കെ വിസ്തരിച്ച് ത്വാം നേതുകാമഃ, അവിടുത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. വിഫലോദ്യമഃ അഭൂത്, പക്ഷേ ആ ഉദ്യമമൊക്കെ പാഴിലായിപ്പോയി. ഈ 10ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം. സഹാദൈത്യഃ, ആ അസുരൻ അവിടുന്ന് ഒരു സുന്ദരിയാണെന്ന്, ആ സുന്ദരിയുടെ അട്ടഹാസം മുഴക്കിയത് കേട്ട അസുരൻ അതാരാണ് എന്നറിയാനായിട്ട് ഒരു ചാരന്മാരെ പറഞ്ഞയക്കുന്നുണ്ട്. അതൊരു സുന്ദരിയാണ് എന്ന് ചാരന്മാരിൽ നിന്നും അസുരൻ അറിഞ്ഞു. അതറിഞ്ഞതോടുകൂടി ആ അസുരൻ കാമിയായി. ആ സുന്ദരിയെ ആനയിക്കുവാനായിട്ട്
അസുരൻ, ആ മഹിഷാസുരൻ ഒരു ദൂതനെ പറഞ്ഞയക്കുകയാണ്. ദൂതനോ അസുരന്റെ ഗുണഗണങ്ങളെയൊക്കെ അവിടെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ത്വാം നേതു കാമഹ, അവിടുത്തെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. വിഫലോദ്യമഹാഭൂത്, ആ ഉദ്യമം വേണ്ടതുപോലെ സഫലമായില്ല. അതായത് ദൂതൻ മഹിഷാസുരനിൽ നിന്ന് ദേവിയെ, മഹിഷാസുരനിൽ ആ ദൂതൻ ആദ്യം അയച്ച ആ ദൂതനുണ്ടല്ലോ, ആ ദൂതൻ മഹിഷാസുരനിൽ ദേവിയെ അനുരക്തയാക്കി തീർക്കാനായിട്ട് അസുരന്റെ ഗുണഗണങ്ങളെയൊക്കെ പറഞ്ഞു കൽപ്പിച്ചു. ദേവിയെ പറഞ്ഞു കൽപ്പിക്കുകയാണ്. കുറച്ച് ഉപദേശിച്ചു നോക്കി. എന്നാൽ ആ പരിശ്രമങ്ങളൊന്നും തന്നെ സഫലമായില്ല. എല്ലാം പാഴായി പോയി. ആ ദൂതൻ തിരിച്ചു വന്ന് മഹിഷാസുരനോട് സർവകാര്യങ്ങളും ധരിപ്പിച്ചു. പക്ഷേ ആ മഹിഷാസുരനുണ്ടല്ലോ, ആ മഹിഷാസുരന്റെ ഉള്ളിൽ ആശ ഉണ്ട്. ആ ആശ നശിച്ചിട്ടില്ല എന്നാണ് ഈ 10ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 11 പദച്ഛേദം. പ്രലോഭനൈഹി ത്വാം അഥ ദേവശക്തിം ജ്ഞാത്വാ അപി വാക്യൈഹി അനുനേതു കാമഃ ഏകൈകശഃ പ്രേഷയതി സ്മ ദൂതാൻ ത്വാം കാമിനീം കർത്തും ഇമേ ന ശേകുഃ. ഈ 11ാമത്തെ ശ്ലോകത്തിന്റെ പദങ്ങളുടെ അന്വയം നോക്കാം. അധത്വ, തുടർന്ന് അവിടുന്ന്, ദേവശക്തി ജ്ഞാത്വ അപി, ദേവശക്തിയാണെന്ന് അറിഞ്ഞിട്ടും, പ്രലോഭനൈഹി വാക്യൈഹി, പ്രലോഭനവാക്യങ്ങളാൽ, അനുനേതു കാമഃ, അവിടുത്തെ അനുനയിക്കാൻ ആഗ്രഹിച്ച്, ഏകൈകശഃ, അസുരൻ ഓരോരുത്തരെയായി അനേകം ദൂതാൻ പ്രേഷയതി സ്മ, ദൂതന്മാരെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇമേത്വാം, ഇവർക്ക് അവിടുത്തെ കാമിനിയും കർത്തും, കാമിനിയാക്കി തീർക്കാൻ നശേകുഃ, സാധിച്ചില്ല. ഈ 11ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം. അധത്വം, തുടർന്ന് അവിടുന്ന് ദേവശക്തിയാണെന്ന് അറിഞ്ഞിട്ടും ആ അസുരൻ പ്രലോഭനങ്ങളായ വാക്കുകൾ കൊണ്ട് അവിടുത്തെ അനുനയിക്കാൻ ആഗ്രഹിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. ദേവശക്തിം ജ്ഞാത്വാ അപി പ്രലോഭനൈഹി വാക്യൈഹി ആനേതു കാമഃ, അവിടുത്തെ അനുനയിക്കാൻ ആഗ്രഹിച്ചു. അതിനായിട്ട് അസുരൻ എന്താ ചെയ്തത്? ഓരോരുത്തരെയായി അനേകം ദൂതന്മാരെ ആ ദേവിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. പ്രേഷയതി സ്മ ഇമേ ത്വാം, ഇവർക്ക്, ആ പോയ ആ ദൂതന്മാർക്ക് അവിടുത്തെ കാമിനിയും കർത്തും, കാമിനിയാക്കി തീർക്കാൻ സാധിച്ചില്ല. നശേകുഹു, സാധിച്ചില്ല, അവർക്ക് കഴിഞ്ഞില്ല. ആ ദൂതന്മാർക്ക് അവിടുത്തെ കാമിനിയാക്കി തീർക്കാൻ കഴിഞ്ഞില്ല. അതായത് സ്വർഗലോകം ദേവന്മാർക്ക് തിരിച്ചു കൊടുത്ത് അസുരന്മാർ പാതാളത്തിൽ താമസിക്കണം. ഇതാണ് ദേവി മഹിഷാസുരൻ ആദ്യം അയച്ച ദൂതനോട് പറഞ്ഞത്. ആ മഹിഷാസുരൻ ആദ്യം ഒരു ദൂതനെ അയക്കുമല്ലോ. അപ്പൊ ആ ദൂതൻ അവിടെ ഈ മഹിഷാസുരന്റെ ഗുണഗണങ്ങളൊക്കെ വർണ്ണിച്ചു. അപ്പൊ ദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ദൂതനോട് പറഞ്ഞത്, സ്വർഗലോകം ദേവന്മാർക്ക് തിരിച്ചു കൊടുക്കുക, എന്നിട്ട് അസുരന്മാർ പാതാളത്തിൽ താമസിക്കണം എന്നാണ് ആ ദൂതനോട് പറഞ്ഞത്. മഹിഷാസുരൻ ദൂതനിൽ നിന്ന് കാര്യമൊക്കെ മനസ്സിലാക്കി. എന്നിട്ടോ ഈ സ്ത്രീ രൂപേണ ഇവിടെ വന്നിരിക്കുന്നത് ദേവശക്തിയാണ് എന്നറിഞ്ഞു. അതറിഞ്ഞിട്ടും മഹിഷാസുരന്റെ ആഗ്രഹം, അവന്റെ ഉള്ളിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആശ, അത് കൈവിട്ടില്ല. എന്താ ചെയ്തത് ആ ദൂതൻ? ആ മഹിഷാസുരൻ എന്താ ചെയ്തത്? വീണ്ടും അനേകം ദൂതന്മാരെ ദേവിയുടെ സമീപത്തേക്ക് ഓരോരുത്തരെയായിട്ട് പറഞ്ഞ് അയച്ചു. ആ ദൂതന്മാരെല്ലാവരും മഹിഷാസുരന്റെ മഹിമകൾ, ഗുണങ്ങൾ വാഴ്ത്തിക്കൊണ്ട് വർണ്ണിച്ചു കൽപ്പിച്ചു. മഹിഷാസുരന്റെ ഗുണങ്ങളെയാണ് ദേവിയുടെ അടുത്ത് ആ പോയിരിക്കുന്ന ദൂതന്മാരെല്ലാം വാഴ്ത്തിക്കൊണ്ട് വർണ്ണിച്ചു കൽപ്പിച്ചത്. പക്ഷേ ദേവിയിൽ മഹിഷാസുരനോടുള്ള അനുരാഗം ഉണർത്താൻ അവർക്ക് ആർക്കും സാധിച്ചില്ല എന്നാണ് പറയണത്. ഈ
11-ാമത്തെ ശ്ലോകത്തിലൂടെ. ഈ പോയിരിക്കുന്ന ദൂതന്മാരെല്ലാവരും മഹിഷാസുരന്റെ ഗുണങ്ങളാണ് വർണ്ണിച്ച് കൽപ്പിച്ചത്. പക്ഷേ ദേവിയില് മഹിഷവിഷയകമായ അനുരാഗം ഉണർത്താൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല. ആദ്യം പ്രലോഭനവാക്യങ്ങളൊക്കെ പറയുക, അതൊന്നും അനുസരിക്കുന്നില്ല എന്ന് കണ്ടാൽ യുദ്ധം ചെയ്യുക. ഇതാണ് എല്ലാവരും അവലംബിച്ച മാർഗം. അസുരന്മാര് യുദ്ധരംഗത്ത് വരാൻ തുടങ്ങി, വീണും തുടങ്ങി എന്ന് പറയുന്നു 11-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനം. അടുത്ത 12-ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. അവേഹി മാം പുച്ഛവിഷാണഹീനം ഭാരം വഹന്തം മഹിഷം ദ്വിപാദം ഹിംസന്തി മാം സ്വാർത്ഥിജനാഃ ത്വം ഏവ രക്ഷാകരീ മേ ശുഭദേ നമസ്തേ. ഈ ശ്ലോകത്തിന്റെ പദങ്ങളുടെ അന്വയാർത്ഥം നമുക്ക് നോക്കാം. മാം പുച്ഛവിഷാണഹീനം, ഞാൻ വാലും കൊമ്പും ഇല്ലാത്ത ഭാരം വഹന്തം, ഭാരം വഹിക്കുന്ന ദ്വിപാദം, 2 കാലുകൾ മാത്രമുള്ളവനുമായ, 2 കാലുകൾ മാത്രമുള്ള ഒരു മഹിഷമാണെന്ന് അറിഞ്ഞാലും, സ്വാർത്ഥിജനാഹ, സ്വാർത്ഥകളായ ജനങ്ങള്, മാം ഹിംസന്തി, എന്നെ കൊന്നുകൊണ്ടിരിക്കുന്നു, ത്വം ഏവമേ രക്ഷാകരി, അവിടുന്ന് മാത്രമാണ് എൻ്റെ രക്ഷാകർत्री, അല്ലയോ ശുഭദേ, നന്മ നൽകുന്നവളെ, സതതം തേ നമഃ, എപ്പോഴും എല്ലായ്പ്പോഴും അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു, അവിടേക്ക് എല്ലായ്പ്പോഴും നമസ്കാരം. ഈ 12-ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. മാം പുച്ഛവിഷാണഹീനം, ഞാൻ വാലും കൊമ്പുമില്ലാത്ത ഭാരം വഹന്തം, ഭാരം വഹിക്കുന്ന 2 കാലുകൾ, ദ്വിപാദം മാത്രമുള്ള മഹിഷം, അവഹി, ഒരു മഹിഷമാണെന്ന് അറിഞ്ഞാലും. ഇത് സ്തോത്രകാരൻ ദേവിയോട് പറയാണ്, മാം ഹിംസന്തി, എന്നെ കൊന്നുകൊണ്ടിരിക്കുന്നു, ആര്? സ്വാർത്ഥപതികളായ ജനങ്ങള്. അതുകൊണ്ട് ത്വം ഏവമേ രക്ഷാകരി, അവിടുന്ന് മാത്രമേ, അല്ലയോ ദേവി, അല്ലയോ ശുഭദേ, നന്മ മാത്രം നൽകുന്ന ദേവി, അവിടുന്ന് മാത്രമാണ് എനിക്ക് രക്ഷാകർത്തൃയായിട്ടുള്ളത്. അതുകൊണ്ട് നന്മ നൽകുന്നതായ ആ ദേവിക്കായിക്കൊണ്ട് ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു, ആ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ മഹിഷം എന്നാൽ എന്താ? പോത്ത് അല്ലെ? അന്യന്റെ ഭാരം വഹിക്കുന്ന, ഒട്ടും തന്നെ ഒരു ബുദ്ധിയില്ലാത്ത മൃഗം, അതാണ് മഹിഷം. ഈ മൃഗത്തിന് എന്താ? ഈ മൃഗം ഭാരം വഹിക്കും, പക്ഷെ ഭാരം വഹിക്കാൻ കഴിയാതെയായാൽ ആ മഹിഷത്തിനെ എന്താ ചെയ്യുക? മാംസഭക്ഷകർ, മാംസം ഭക്ഷിക്കുന്നവര് അതിനെ അറക്കും, അത് തിന്നും അല്ലേ, അതിനെ ഭക്ഷിക്കും. അങ്ങനെയുള്ള ആ പോത്തും ഞാനും തമ്മിൽ ചെറിയ ഒരു ഭേദം മാത്രമേ ഉള്ളൂ. ഇവിടെ സ്തോത്രകാരൻ പറയാണ്, ആ പോത്തിന് 4 കാലുണ്ട്, കൊമ്പുണ്ട്, വാലുണ്ട്, ഇവയൊക്കെ ഉണ്ട്. എന്നാൽ എനിക്കോ, ഈ കർത്താവിന് ഇതൊന്നും തന്നെ ഇല്ല. വാലും കൊമ്പും ഇല്ലാത്ത ഭാരം വഹിക്കുന്ന 2 കാലുള്ള ഒരു മഹിഷമാണ് എന്ന് അവിടുന്ന് അറിഞ്ഞാലും എന്ന് പറയണം. ഇനി സ്വാർത്ഥികളായിട്ടുള്ള ജനങ്ങളുണ്ടല്ലോ, അവരൊക്കെ എന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടുന്ന് മാത്രമേ എനിക്ക് രക്ഷയായിട്ടുള്ളൂ. അല്ലയോ ദേവി, നന്മ മാത്രം നൽകുന്ന ജഗജ്ജനനി, എപ്പോഴും എല്ലായ്പ്പോഴും സദാസമയവും അവിടുത്തേക്ക് നമസ്കാരം, നമസ്കാരം. ആ സ്തോത്രകാരൻ പറയാണ്, ആ സ്തോത്രകാരനെ പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി ആ ദേവിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. രക്ഷിക്കാനായിട്ട് ദേവി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലയോ ദേവി, നന്മ നൽകുന്ന ദേവി, അങ്ങയുടെ പാദങ്ങളിൽ, ആ ദേവിയുടെ പാദങ്ങളിൽ വീണ് വീണ് നമസ്കരിക്കുകയാണ് ഈ സ്തോത്രകാരൻ. ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇവിടെ ഈ ദശകം സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ആ ദേവീ പാദങ്ങളിൽ അഭയം
നൽകുവാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ദേവീനാരായണീയത്തിലെ 23-ാം ദശകം മഹാലക്ഷ്മി അവതാരം ദേവീ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇതിവിടെ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.